ബീഹാറിലെയും മധ്യപ്രദേശിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ബി.ജെ.പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വലിയ രാഷ്ട്രീയ മുന്നറിയിപ്പായി മാറുകയാണ്. വർഷങ്ങളായി കൈവശം വച്ചിരുന്ന കോട്ടകൾ പോലും ഇളകിത്തുടങ്ങിയെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നത്. ഈ പരാജയങ്ങൾ ബി.ജെ.പിക്ക് മുന്നിൽ വയ്ക്കുന്ന 7 പ്രധാന വെല്ലുവിളികൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം നഗര വോട്ടർമാരുടെ തിരിച്ചടി. ബീഹാറിലെ ബാങ്കിപ്പൂർ നഗരമേഖലയാണ്. 3 പതിറ്റാണ്ടുകളിലേറെയായി ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമായിരുന്നു ഈ മണ്ഡലം. ഇത്തവണ അത് കൈവിട്ടു. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി അപ്രതീക്ഷിത വിജയം സ്വന്തമാക്കി. നഗര മധ്യവർഗവും യുവജനങ്ങളും ബി.ജെ.പിയിൽ നിന്ന് അകന്നു തുടങ്ങുന്നു എന്ന സൂചനയാണിതെന്നാണ് വിലയിരുത്തൽ. രണ്ടാമത്തെ കാരണം സംഘടനാ മികവെന്ന അവകാശവാദത്തിന് തിരിച്ചടി. ബി.ജെ.പി എപ്പോഴും ശക്തമായ ബൂത്ത് സംവിധാനവും സംഘടനാ ശക്തിയും അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടാറുണ്ട്. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആ സംവിധാനങ്ങൾ പോലും വിജയമുറപ്പിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങളായി ശക്തമായിരുന്ന മണ്ഡലം നഷ്ടമായത് സംഘടനാ പ്രവർത്തനത്തിലും നേതൃത്വത്തിലും ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ കാരണം യുവജനങ്ങളുടെ അതൃപ്തി. തൊഴിലില്ലായ്മ, മത്സര പരീക്ഷകളിലെ ചോർച്ച, സർക്കാർ ജോലികളിലെ അനിശ്ചിതത്വം തുടങ്ങിയ വിഷയങ്ങളിൽ യുവജനങ്ങൾക്കിടയിൽ വലിയ അസംതൃപ്തി രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ അസംതൃപ്തി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് ബാങ്കിപ്പൂരിലെ ഫലം യുവ വോട്ടർമാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റത്തിന്റെ സൂചനയാണെന്ന് നിരീക്ഷകർ പറയുന്നു. നാലാമത്തെ കാരണം പ്രശാന്ത് കിഷോറിന്റെ ഉയർച്ച. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന പ്രശാന്ത് കിഷോർ ഇപ്പോൾ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും സ്വാധീനം തെളിയിച്ചിരിക്കുകയാണ്. ജൻസുരാജ് പാർട്ടിയുടെ ആദ്യ വലിയ വിജയം ബീഹാർ രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ തന്നെ മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് വെല്ലുവിളിയാകുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അഞ്ചാമത്തെ കാരണം മധ്യപ്രദേശിലെ തിരിച്ചടി. മധ്യപ്രദേശിലെ ദാദിയ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നിലനിർത്തി. ബി.ജെ.പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതോടെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകളും വിമത പ്രവർത്തനങ്ങളും തുറന്ന ചർച്ചയായി. തോൽവിക്ക് പിന്നാലെ ബി.ജെ.പി ജില്ലാ ഘടകം തന്നെ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് നേതൃത്വം നീങ്ങിയതും ശ്രദ്ധേയമാണ്. ആറാമത്തെ കാരണം മോദിയുടെ വ്യക്തിപരമായ ജനപ്രീതി മാത്രം മതിയാകുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി മാത്രം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വിജയമുറപ്പിക്കില്ലെന്ന സന്ദേശമാണ് ഈ ഫലങ്ങൾ നൽകുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. പ്രാദേശിക പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥികളുടെ സ്വീകാര്യത, തൊഴിലില്ലായ്മ, ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങൾ എന്നിവ കൂടുതൽ സ്വാധീനിക്കുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നതാണ് റിപ്പോർട്ട്. ഏഴാമത്തെ കാരണം 2026 തിരഞ്ഞെടുപ്പുകൾക്കുള്ള മുന്നറിയിപ്പ്. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ചെറുതാണെങ്കിലും രാഷ്ട്രീയ സന്ദേശം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ബീഹാറിൽ മുന്നിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് മുമ്പ് ബി.ജെ.പി തങ്ങളുടെ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കേണ്ട സാഹചര്യമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. തിരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും ഈ തിരിച്ചടിയെ ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നതെന്ന സൂചനയായ റിപ്പോർട്ടുകളുണ്ട്. ഒരിക്കൽ അജയരെന്ന് കരുതപ്പെട്ട രാഷ്ട്രീയ കോട്ടകൾ പോലും ഇപ്പോൾ വിള്ളലുകൾ കാണുന്നുവെന്നാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് താൽക്കാലിക തിരിച്ചടിയാണോ അതോ വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാണോ എന്ന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ വ്യക്തമാക്കും. എന്നാൽ ബീഹാറിലെയും മധ്യപ്രദേശിലെയും ഈ ഫലങ്ങൾ ബി.ജെ.പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഗൗരവമായ രാഷ്ട്രീയ മുന്നറിയിപ്പാണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമാകുന്നത്.